അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, നമുക്കിന്ന് സേമിയ പായസം നോക്കിയാലോ. അപ്പം നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് നമുക്ക് പൊന്നിറമാവുന്നത് വരെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൽ കുറച്ച് മുന്തിരിയും ഇട്ട് അതും കൂടി പൊന്നിറമാവുന്നത് വരെ വറുത്ത് മാറ്റി വയ്ക്കാം. അത് കോരി മാറ്റിയ ശേഷം നമുക്ക് ആ നെയ്യിൽ തന്നെ സേമിയയും കൂടിയിട്ട് പൊന്നിറമാക്കി മാറ്റി വയ്ക്കാം. സേമിയ മാറ്റി വെച്ച ശേഷം അതിൽ തന്നെ നമുക്ക് പാലൊഴിക്കാം. 2 കവർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ സേമിയ വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലിട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വെന്ത ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്.